ഇതൊന്ന് നോക്ക് സിദ്ധാർത്ഥ്. ഇപ്പൊ മനസ്സിലായി കാണുമല്ലോ, ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ കമ്പനിയാ. അതുകൊണ്ട് ഇന്ന് ഒരു ദിവസം കൂടി ഇവിടെ ഇരുന്നിട്ട് എൻജോയ് ചെയ്തോളൂ. നാളെ ഞങ്ങൾ ഇവിടെ ഉണ്ടാവും. നാളെ ഞാൻ വന്ന് കാര്യങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ എന്നെ ബോസ് എത്തിക്കോളും. ഈ കമ്പനിയിൽ 1% പോലും ഷെയർ വേദാന്തിന്റെ പേരില്ല. വേദാന്ത് മേനോൻ ഇനി ഒരു ബോസ് അല്ല, ജസ്റ്റ് ആൻ എംപ്ലോയി. കാരണം എന്താണെന്ന് വെച്ചാൽ നാളെ മുതൽ ഈ കമ്പനി ഞങ്ങളുടെ. നിന്റെ പേരിലുള്ള ഷെയർസ് ആകാശിന്റെ പേരിൽ എങ്ങനെയാ മാറിയത് വേദാന്ത്? അതെങ്ങനെയാന്ന് എനിക്കും അറിയില്ലടോ സിദ്ധാർത്ഥ്. നീ ഇതറിഞ്ഞിട്ടില്ലെങ്കിൽ ഇത് തീർച്ചയായും ഫോർജറി തന്നെയാണ് വേദാന്ത്. എന്തായാലും നമുക്കൊരു കംപ്ലൈന്റ് കൊടുക്കുന്നത് നല്ലത്. എന്താ വേദാന്ത്, അവർ ഇത്രയൊക്കെ ചെയ്തിട്ട് നമ്മൾ വെറുതെ ഇരിക്കാൻ പാടില്ല. കേസ് കൊടുത്തില്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും. കേസ് കൊടുത്തോണ്ട് പ്രയോജനമൊന്നുമില്ല സിദ്ധാർത്ഥ്. അതെന്താ പ്രയോജനം ഇല്ലാത്തത്? ഫോർജറി ചെയ്യുന്നത് ഒരു ഒഫൻസ് അല്ലേ? ആകാശ് ചെയ്ത കാര്യം ശരിയല്ല, പക്ഷെ അതിലുള്ള സിഗ്നേച്ചർ അത് എന്റെ തന്നെയാണ്. അവൻ എന്താ ചെയ്തതെന്ന് എനിക്കറിയില്ല, പക്ഷെ ആ പേപ്പറിലെ സിഗ്നേച്ചർ എന്റെ തന്നെയാണ്. നീ ഇതെന്താ ഈ പറയുന്നത് വേദാന്ത്? നീ പോലും അറിയാതെ ആ പേപ്പറിൽ നീ എങ്ങനെ സൈൻ ചെയ്യുന്നത്? അതെങ്ങനെയാന്നാ എനിക്കും പിടികിട്ടാത്തത്. യെസ് സിദ്ധാർത്ഥ്, ഒരു പോസിബിലിറ്റി ഉണ്ട്. എന്താ? അതെന്റെ ഒരു ഡൗട്ട് മാത്രമാണ്, എനിക്ക് ഉറപ്പില്ല. ഇനി അതാണ് സത്യമെങ്കിൽ ഇനി മുതൽ ആരെയും വിശ്വസിക്കാൻ പറ്റില്ല. ഞാൻ സംശയിക്കുന്ന കാര്യം സത്യമാകാതിരിക്കട്ടെ. എന്തൊക്കെ പറഞ്ഞാലും ബോസ് ഒരു കില്ലാടിയാ, ഹീറോയാ. ഇത് ഇപ്പൊ തന്നെ ഒരു 4 ഗ്ലാസ് ഞാൻ കുടിച്ചു, ഇതുവരെ കിക്കാവുന്നില്ല. പക്ഷെ ഞാൻ സ്ഥിരം കുടിക്കുന്നതാണെങ്കിൽ ലോക്കല് ഒരു 90 അടിക്കുമ്പോ തന്നെ പിന്നെ എനിക്ക് ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റില്ല. എന്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ബോസ് കോൾ ചെയ്തോണ്ടിരിക്കുക. ഇതൊക്കെ ഒപ്പിച്ചത് ഞാനാണെന്ന് ബോസിന് മനസ്സിലായെന്ന് തോന്നുന്നു. എന്നെ കൊന്ന് കട്ട് ചെയ്യാൻ വേണ്ടിയാ വിളിക്കുന്നതെന്നാ തോന്നുന്നത്. ഡോണ്ട് വറി സുമേഷ്, ഞാൻ കൂടെ ഉണ്ടല്ലോ. Damn it. ഇയാള് ഫോൺ എടുക്കാതെ അവിടെ എന്ത് ചെയ്യുക? ഓ, നേരം കുറെ ആയല്ലേ. ഇറ്റ്സ് ഓക്കെ, രാവിലെ സംസാരിക്കാം. എന്റെ ബോസ് എന്നെ ഒരുപാട് വിശ്വസിക്കുന്നുണ്ട് ഹീറോ ബോസ്. വിശ്വാസവഞ്ചന കാണിക്കുന്നവരോട് ബോസ് ക്ഷമിക്കില്ല. എന്നോട് ഇതുവരെ ചെയ്തതൊക്കെ നോക്കുമ്പോ ഞാൻ ചെയ്തത് തെറ്റല്ല. താൻ കൊള്ളാലോടോ. എന്നേക്കാൾ കൂടുതൽ ദേഷ്യം വേദാന്തിനോട് തനിക്കുണ്ടെന്ന് തോന്നല്ലോ. എന്തൊക്കെ പറഞ്ഞാലും എന്റെ എക്സ്പേർഡ് ബോസിനെ ചതിച്ചില്ല. എനിക്ക് വിഷമമുണ്ട് ഹീറോ ബോസെ. കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്ത് വെറുതെ സമയം കളയരുത്. ജസ്റ്റ് ചിൽ.
ചിയേഴ്സ്. ബോസ് പറയുന്നത് പോലെ ആവട്ടെ പുതിയ കില്ലാടി ബോസ്. അല്ല, ഹീറോ ബോസ്. സത്യം പറഞ്ഞ ബോസിന് അവഞ്ചേഴ്സിനെ വരെ തോൽപ്പിക്കാനുള്ള കഴിവുണ്ട്. മനസ്സിലായില്ല. അത് ഈ ബോട്ടിൽ തീർന്നിട്ട് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഈ ഗ്ലാസ് നമുക്ക് പറ്റില്ല. Cheers. എനിക്കെന്താ ഇപ്പൊ അമൂല്യെ കാണാൻ തോന്നുന്നേ? ഇത്ര ലേറ്റ് ആയതുകൊണ്ട് അവൾ ഉറങ്ങിക്കാണുവോ? ഈ സമയത്ത് അവളോട് സംസാരിക്കാൻ എനിക്ക് തോന്നുന്നേ. കളച്ചെറുക്ക, ഇതെന്താ ഈ സമയത്ത് വിളിക്കുന്നേ? ഹലോ, ഞാനിപ്പോ നിന്റെ ബോസ് അല്ലല്ലോ, നിന്റെ ഫിയാൻസി അല്ലേ. നീ പിന്നെ എന്താ ബോസിനോട് സംസാരിക്കുന്ന പോലെ സംസാരിക്കുന്നേ? ആയിക്കോട്ടെ, ഈ സമയത്ത് നീ അങ്ങനെ വിളിക്കാറില്ലല്ലോ, അതുകൊണ്ടാ ഞാൻ ചോദിച്ചേ. ഞാൻ നോർമലായിട്ടിരിക്കാൻ നീ ആദ്യം സമ്മതിച്ചിട്ട് വേണ്ടേ? ഹലോ, ഞാനിപ്പോ എന്താ മോനെ ചെയ്തേ? വേറെന്താ, നീ എന്നെ പ്രേമിച്ചില്ലേ? ഞാൻ എത്ര മാറിയെന്ന നിന്റെ വിചാരം? എനിക്കിപ്പൊ തന്നെ നിന്നെ കാണാൻ തോന്നുവാ. ഈ പ്രണയം ആരോഗ്യത്തിന് ഹാനികരാണെന്ന് ആരൊക്കെയോ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് സത്യമാണെന്ന് എനിക്കിപ്പൊ മനസ്സിലായി. എനിക്കിപ്പൊ നിന്നെ കണ്ടേ പറ്റുള്ളൂ. നിന്റെ തലയിൽ ഏതെങ്കിലും സ്ക്രൂ ലൂസായോ? ഇപ്പൊ കാണണെന്ന് പറഞ്ഞ ഞാൻ എങ്ങനെ ഇറങ്ങി വന്ന് നിന്നെ കാണാനാ? നീ വരില്ലെങ്കിൽ കാർ എടുത്ത് ഞാൻ അങ്ങോട്ടേക്ക് വരാം. അയ്യോ, ദൈവത്തെ ഓർത്ത് അങ്ങനത്തെ സാഹസമൊന്നും കാണിക്കല്ലേ. ഞങ്ങൾ കുറച്ച് നല്ല ഫാമിലി, അറിയാലോ. ആഹാ, ഇത് നീ തന്നെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞ് എന്നെ പഠിപ്പിക്കണമെന്നില്ല. എനിക്കിപ്പൊ നിന്നെ കാണണം, അത്രേ ഉള്ളൂ. ഏ, കണ്ടോ നീ സമയം എത്രയായിന്ന്? നമ്മള് നേരും കാലമൊക്കെ നോക്കിയാണോ പ്രേമിച്ചത്? തുടങ്ങിയപ്പോ നമ്മൾ ഇതൊന്നും ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇപ്പൊ അതൊക്കെ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ടോ? അതൊന്നും എനിക്കറിയണ്ട. എനിക്ക് നിന്നെ ഇപ്പൊ തന്നെ കണ്ടേ പറ്റൂ, അത്രേ ഉള്ളൂ. നിന്നെ കൊണ്ട് ശല്യമായല്ലോ. ഭ്രാന്തിയെ പോലെ ഞാൻ എപ്പോഴും പെരുമാറാറെന്ന് എല്ലാരും എപ്പോഴും പറയും. പക്ഷെ ഇപ്പൊ നീ ആ പദവി എന്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചു. എടി, നിന്റെ ചളി ഒന്ന് നിർത്തിക്കേ. ഞാൻ ഇപ്പൊ അങ്ങോട്ടേക്ക് വരാൻ, നീ ഇറങ്ങിയേ പറ്റുള്ളൂ. എന്തൊരു കഷ്ടം ഇത്. കല്യാണത്തിന് മുമ്പ് തന്നെ ഇവന്റെ സ്വഭാവം ഇങ്ങനെയാണെങ്കിൽ കല്യാണം കഴിഞ്ഞ എന്തൊക്കെ അനുഭവിക്കേണ്ടി വരും? ഹായ് ചേട്ടാ. വേദാന്ത കമ്പനിയിലെ കാര്യങ്ങളോർത്ത് ടെൻഷനില്ല. എത്രയൊക്കെ പറഞ്ഞിട്ടും അവൻ സമാധാനിക്കുന്നില്ല. ഇനി നിനക്ക് മാത്രമേ അവനെ പഴയ രീതിയിലാക്കാൻ പറ്റൂ. അതുകൊണ്ടാണ് വിളിച്ചത്. എന്നിട്ട് അവനെവിടെ? ഞാനിപ്പോ വരാം. ഹായ് കളച്ചെറുക്ക.
ഏയ്, നിനക്ക് എന്താ പറ്റിയത്? നട്ടപ്പാതിരയ്ക്ക് എന്നെ വിളിച്ചു വരുത്തിയിട്ട് കൊച്ചുകുട്ടികളെ പോലെ വിഷമിച്ച് നിൽക്കുന്നത് എന്തിനാ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അമൂല്യ. ഞാൻ ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല. പിന്നെ എനിക്കെന്താ എങ്ങനെ? ഹലോ, ഇത് നീ തന്നെയാണോ? എന്റെ വേദാന്താണോ ഇത്? എന്തിനെ എതിർക്കാനുള്ള ധൈര്യമുള്ള ആളല്ലേ നീ? എന്നിട്ടാണോ കാറ്റുപോയ ബലൂൺ പോലെ വന്ന് നിൽക്കുന്നെ? നിനക്ക് ഗിൽറ്റും വിഷമവും അപ്സെറ്റ് മൂഡും ഒന്നും തീരെ ചേരില്ല. നീ എപ്പോഴും നീ ആയിട്ടിരിക്കണം. എനിക്ക് നിന്നെ അങ്ങനെ കാണാനാ കൂടുതൽ ഇഷ്ടം. മാത്രമല്ല, ആ വേദാന്തിനെ ഞാൻ കൂടുതൽ സ്നേഹിച്ചത്. ഇപ്പൊ നിന്റെ മുന്നിൽ നിൽക്കുന്നത് ആ പഴയ വേദാന്തല്ല. എല്ലാം ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ. അതൊക്കെ ആരൊക്കെ ചേർന്ന് തട്ടിപ്പറിച്ചെടുക്കുക. എല്ലാം എനിക്ക് നഷ്ടപ്പെട്ടു പോകുന്ന പോലെ. ആരൊക്കെയോ ചെയ്ത തെറ്റുകൾക്ക് എന്നെയാണോ ബലിയടാക്കേണ്ടത്? വേദാന്ത് വെഞ്ചേഴ്സ് ഉണ്ടാക്കിയെടുക്കാൻ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. അതെന്റെ സ്വപ്നമായിരുന്നു. ആ സ്വപ്നം മുഴുവൻ ഇല്ലാതായി പോവാന്ന് തോന്നുന്നേ. അല്ല വേദാന്ത്, നിന്റെ കയ്യിൽ നിന്ന് ആ കമ്പനിയും ആ കമ്പനി ഷെയർസും ഒക്കെ വാങ്ങിച്ചതിന് ശരിക്കും അവർക്കല്ലേ ഈ ഗിൽറ്റ് വരേണ്ടത്? അതുപോട്ടെ, ഞാൻ ഇന്ന് വരെ എപ്പോഴെങ്കിലും നിന്റെ ആസ്തിയോ അന്തസ്സോ ഒക്കെ നോക്കിയിട്ടുണ്ടോ? ഞാനതൊന്നും ഒരിക്കലും നോക്കിയിട്ടില്ല. ഇനിയൊട്ട് നോക്കാനും പോകുന്നില്ല. നിന്റെ സ്റ്റേറ്റസ് എനിക്ക് ഇഷ്ടമായിരുന്നു, അത് സത്യമാണ്. പക്ഷെ അത് കാശുകൊണ്ടല്ല. നിന്റെ ക്യാരക്ടറും നിന്റെ കോൺഫിഡൻസും പിന്നെ നിന്റെ ആറ്റിറ്റ്യൂഡും, അതാണ് നിന്റെ ശരിക്കുള്ള സ്റ്റേറ്റസ്. നീ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന വലിയ സീക്രട്ട് അതാണ് വേദാന്ത്. നിന്റെ കയ്യിൽ എത്ര കാശുണ്ടെങ്കിലും എത്ര ഷെയർസ് ഉണ്ടെങ്കിലും എത്ര കാറുണ്ടെങ്കിലും ഞാൻ അതൊന്നും ഒരിക്കലും ശ്രദ്ധിച്ചിട്ടേ ഇല്ല. നിന്നിൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടത് നിന്റെ സ്വഭാവം. നിന്നോട് റെസ്പെക്ട് ഉണ്ടാവാൻ കാരണം നിന്റെ ഐഡിയസും നിന്റെ ബുദ്ധിയോ പിന്നെ നിന്റെ ആറ്റിറ്റ്യൂഡും നിന്റെ കോൺഫിഡൻസും ഇതൊക്കെ ഉള്ളോണ്ടാ നിന്നെ ഞാൻ പ്രണയിച്ചത്. ഇപ്പൊ എന്താ പ്രശ്നം? കാശില്ലെങ്കിൽ സാരമില്ല, നീ എനിക്ക് എന്നും രാജാവാ. എനിക്കതിൽ ഒരു മാറ്റവും ഇല്ല. താങ്ക്സ് അമൂല്യ. അതെന്തിനാണാവോ? ഇത്ര നേരം ഒരു ചുമട് തലയിൽ വെച്ച പോലൊരു ഭാരമായിരുന്നു. പക്ഷെ നിന്നോട് കുറച്ച് സംസാരിച്ചപ്പോ എന്റെ ഭാരമൊക്കെ എങ്ങോട്ടൊക്കെ പോയി. നീ വീണ്ടും വീണ്ടും എനിക്ക് സ്പെഷ്യൽ ആണെന്ന് പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുക. വെറുതെ സോപ്പിടുവൊന്നും വേണ്ട. വേദാന്ത് മേനോന്റെ ഭാര്യയാവാൻ പോവാന്ന് പറയുമ്പോ തന്നെ ഞാൻ ആകാശത്തോടെ പറക്കല്ലേ. അതിനിടയിൽ ഇങ്ങനെയുള്ള ഡയലോഗ് കേട്ടാലേ ഞാൻ തൃശങ്കു സ്വർഗത്തിൽ പെട്ടുപോകും. നീ സ്വന്തമായിട്ട് എന്നെ പൊക്കി പറയണോ? ഐ മീൻ, ഇത്രയും ബിൽഡപ്പ് വേണോ? പക്ഷെ വേറെ ആരെങ്കിലും നല്ലത് പറയുവാണെങ്കിലേ നീ അതൊന്നും ചെവി കൊടുക്കാറേ ഇല്ലല്ലോ. ആര് നല്ലത് പറഞ്ഞാലും മോശം പറഞ്ഞാലും അതൊന്നും തലയിലെടുക്കരുത്. നമുക്ക് എപ്പോഴും നമ്മുടെ കാര്യത്തിൽ കോൺഫിഡൻസ് ഉണ്ടാവണമെന്ന് അച്ഛൻ പറയാറുണ്ട്. നീ എന്റെ കൂടെ ഉണ്ടെങ്കിൽ അത് തന്നെയാണ് എന്റെ ഏറ്റവും വലിയ ശക്തി. ആര് വിചാരിച്ചാലും നിന്നെ തോപ്പിക്കാൻ കഴിയില്ല വേദാന്ത്. അങ്ങനെയായിരുന്നെങ്കിൽ ഇത്രയും നാളും ഒറ്റയ്ക്ക് പിടിച്ചു നിൽക്കാൻ നിന്നെ കൊണ്ട് കഴിയില്ലായിരുന്നല്ലോ. കഴിവും കോൺഫിഡൻസും മാത്രം നമുക്കുണ്ടായിരുന്നാ മതി. എത്ര വലിയ സ്വപ്നമാണെങ്കിലും നമുക്കത് സാധ്യമാക്കാൻ കഴിയും. നിനക്ക് എന്താണോ നഷ്ടപ്പെട്ടത് അതിന്റെ 10 ഇരട്ടി നേടാൻ നിന്നെ കൊണ്ട് പറ്റുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. നീ പറയുന്നത് കേൾക്കുമ്പോ എനിക്ക് കുറച്ച് കോൺഫിഡൻസ് ഉണ്ട്. ഓഫ് കോഴ്സ് എനിക്കത് പറ്റും. എന്തൊക്കെ സംഭവിച്ചാലും നീ എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ ഉറപ്പായും ജയിക്കും. ബിസിനസിന്റെ കാര്യം മാത്രമല്ല മൂല്യ, ഈ ലോകം തന്നെ കീഴടക്കും. ആ കോൺഫിഡൻസ് എനിക്കുണ്ട്. ഇതാ ഞാൻ ആഗ്രഹിച്ചത്. ഇതാണ് എന്റെ പഴയ വേദാന്ത്. ഇനിയും പഴയതുപോലെ വിഷമിച്ച് കരഞ്ഞിരുന്നാലുണ്ടല്ലോ, മുന്നും പിന്നും നോക്കാതെ കൊന്നുകളയും, ഞാൻ പറഞ്ഞേക്കാം.